ഹായ് ഫ്രണ്ട്സ്, സുബീസ് കിച്ചൺ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതിനായിട്ട് ഞാൻ അരി എടുത്ത് കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം, അതുപോലെ ബിരിയാണിക്കുള്ള ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ കുറച്ച് ഓയിലും നെയ്യും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ചെറുനാരങ്ങ നീരൊക്കെ ഇട്ട് നല്ല തിളച്ച് വന്ന് ആ സമയത്ത് അരിയും കൂടി ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ സോയാബീൻ കുറച്ച് പൊരിക്കാൻ എടുത്തതാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് കുറച്ച് സമയം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇത് ഇപ്പം ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ആണ് ബാക്കിയുള്ളതൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്തത്. അത് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബീൻസ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ്, അതുപോലെ കുറച്ച് മഷ്റൂം കിട്ടിയിരുന്നു. മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും, പിന്നെ ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചതാണ് എടുത്തത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉപ്പ് നമ്മൾ നേരത്തെ സവാളയിൽ ചേർത്ത് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാന്നുള്ളതിൽ വെച്ചതാണ്. പിന്നെ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. വെന്ത് വന്ന മസാലയിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം കൂടി ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള സാധനം കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ മുന്തിരിയാണ് ആദ്യം പൊരിച്ചെടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമ്മൾ നേരത്തെ മറ്റേ ഇതിൽ മസാലയിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിൽ ചേർത്താത്തത്. ഇനി അതിൽ തന്നെ ഞാൻ ആ സോയാബീൻ്റെ പൊരിക്കാനുള്ളതുണ്ടല്ലോ അതും കൂടി വെച്ച് ഒന്ന് വല്ലാതെ ഫ്രൈ ആവണ്ട. എന്താ വെച്ചാൽ സോയാബീൻ ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തതാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ടാണ് തിളപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ ആവണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊരിച്ചെടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ വേവിച്ച് വെച്ച മസാലയില്ലേ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല കുറവാണ് എന്ന് മോളൊരു സംശയം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ സോയാബീനും അതുപോലെ പൊരിച്ചെടുത്ത ഉള്ളിയിൽ നിന്ന് കുറച്ചും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ചവിടെ വെക്കും. ഇനി നമുക്ക് ഇതിൽ തന്നെ മതി ദമ്മിടാൻ. അപ്പോൾ ഇപ്പോൾ അതിനുള്ള പാകമൊക്കെ ആയിട്ടുണ്ട്. ചോറ് നമ്മളെ മസാലേൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെയർ ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും, അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടി വിതറി ഇട്ടതിന് ശേഷമാണ് പിന്നെ അടുത്ത ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ സാധാരണ ദം ചെയ്യാൻ വെക്കുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ദമ്മിന് വെച്ച സമയത്ത് അതിൽ കുറച്ച് നെയ്യും കൂടി മുകളിൽ തൂക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.